അപകടത്തിന് കാരണം ഡ്രൈവറുടെ ഗുരുതര വീഴ്ചയെന്ന സൂചന നൽകുന്ന വാട്സ്ആപ്പ് സ്ക്രീൻഷോട്ട് ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. അതായത് അപകടം നടന്ന സമയത്ത് ഡ്രൈവർ ഒരു വാട്സ്ആപ്പ് സ്റ്റേറ്റസ് ഇട്ടു. അതേസമയം തന്നെയാണ് ഈ അപകടം നടന്ന CCTV-യിൽ കാണുന്ന സമയവും 4:03 എന്ന സമയം. ഈ അപകടം നടന്ന സമയവും ഡ്രൈവറിന്റെ ഫോണിൽ നിന്ന് വാട്സ്ആപ്പിൽ നിന്ന് സ്റ്റേറ്റസ് അപ്ഡേറ്റ് ആയ സമയവും ഒരേ സമയമാണ്. ഇതിന്റെ സ്ക്രീൻഷോട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഫെലിക്സ് നമുക്കൊപ്പം കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ഫെലിക്സ്, ഈ അപകടം നടന്ന ആദ്യ സമയങ്ങളിൽ നമ്മൾ റോഡിന്റെ അശാസ്ത്രീയതയെക്കുറിച്ചാണ് സംസാരിച്ചത്. പിന്നീട് RTO പറയുന്നുണ്ടായിരുന്നു വാഹനം ഓടിച്ചയാള് വേഗത്തിലാണ് വന്നത് എന്ന് പറയുന്നുണ്ടായിരുന്നു. ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ഒരു തെളിവ് എന്ന് പറയുന്നത് ഇയാളുടെ നിസാമുദ്ദീന്റെ ഫോണിൽ നിന്ന് അപ്ലോഡ് ആയിരിക്കുന്ന ഒരു സ്റ്റേറ്റസ്, അത് ഈ അപകടം നടന്ന അതേ സമയത്താണ്. ഇതിന് നിസാമുദ്ദീൻ മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞത് അത് അപ്ഡേറ്റ് ആവാൻ സമയമെടുത്തത് എന്നതാണ്. ഇതിന് എത്രത്തോളം വസ്തുതയുണ്ട് ഫെലിക്സ് ഇതിൽ? ഇക്കാര്യങ്ങളൊക്കെ തന്നെ പോലീസും മോട്ടോർ വാഹന വകുപ്പും പരിശോധിക്കുന്നുണ്ട്. നിസാമുദ്ദീൻ്റെ മൊഴി മോട്ടോർ വാഹന വകുപ്പ് രേഖപ്പെടുത്തി. ആ സമയത്തും അദ്ദേഹം വ്യക്തമാക്കിയത് ഇത് നേരത്തെ ഇട്ടതാണ്, പക്ഷേ അത് പിന്നീട് അപ്ലോഡ് ആയതാണ് എന്നതാണ്. പക്ഷേ നമുക്കറിയാം ഇതിൽ എന്താണ് പിഴവ് എന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം. എന്ത് സംഭവിച്ചു എന്ന്? സ്വാഭാവികമായും ആ വഴി റോഡും ഒക്കെ തന്നെ ഒരു അപകട സാധ്യത നിറഞ്ഞതാണ്. പക്ഷേ അവിടെ ഇത്ര വലിയൊരു അപകടം സംഭവിക്കാൻ കാരണം ഡ്രൈവറുടെ അശ്രദ്ധ തന്നെയാണ് എന്നതാണ് മോട്ടോർ വാഹന വകുപ്പ് വ്യക്തമാക്കുന്നത്. കാരണം അവിടെ ആ CCTV ദൃശ്യങ്ങൾ കണ്ടാൽ മനസ്സിലാകും അമിത വേഗതയിലാണ് ആ വാഹനം താഴേക്ക് പതിക്കുന്നത്. ഒരുപക്ഷെ വാഹനം അമിത വേഗതയിലല്ലായിരുന്നുവെങ്കിൽ അത്രയും ആഘാതത്തിൽ താഴേക്ക് പതിക്കില്ലായിരുന്നു. വാഹനം ഇപ്പോൾ ഫസ്റ്റ് ഗിയറിലോ സെക്കൻഡ് ഗിയറിലോ ഒക്കെയാണ് ഇറങ്ങുന്നതെങ്കിൽ അത്രയും വേഗതയിൽ താഴേക്ക് വരില്ല. അപ്പോൾ അവിടെ ഒരു അശ്രദ്ധ ഡ്രൈവറുടെ ഭാഗത്തു നിന്നും ഉണ്ടായി എന്നതാണ്. മാത്രമല്ല ഈ ഡ്രൈവർ നമ്മളോട് പറയുന്നത് 4 മാസമായി ഇവിടെ ജോലിക്ക് കയറിയത് എന്നതാണ്. അങ്ങനെയെങ്കിൽ ആ 4 മാസം മുമ്പ് ജോലിക്ക് കയറിയ ഇദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസ് സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾക്കും ഉത്തരം കിട്ടേണ്ടതുണ്ട്. അദ്ദേഹം പറയുന്നത് 2012-ൽ ആ ഹെവി ലൈസൻസ് കിട്ടി എന്നതാണ്. ഏതായാലും അക്കാര്യങ്ങളൊക്കെ തന്നെ മോട്ടോർ വാഹന വകുപ്പും പോലീസും പരിശോധിക്കുന്നുണ്ട്. പക്ഷേ ദാരുണമായ അപകടമാണ് സംഭവിച്ചത്. 5ാം ക്ലാസ് മാത്രം പ്രായമുള്ള ഒരു 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിക്കാണ് ജീവൻ നഷ്ടമായത്. തീർച്ചയായിട്ടും ബാക്കി കുട്ടികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മൊത്തം 20 കുട്ടികളുണ്ടായിരുന്നു. അതിൽ 16 കുട്ടികൾക്കാണ് പരിക്കേറ്റത്. ആ 16 കുട്ടികളിൽ ഒരാളായിരുന്നു മരിച്ച കുട്ടി ഒഴികെയുള്ള ബാക്കി 15 കുട്ടികൾ. അതിലിപ്പോൾ 4 കുട്ടികൾ മാത്രമാണ് ആശുപത്രിയിൽ ഉള്ളത് എന്നതാണ്. ബാക്കി കുട്ടികളൊക്കെ തന്നെ ഡിസ്ചാർജ് ചെയ്തു. കാരണം വലിയ പരിക്കുകളൊന്നുമില്ല. അതിൽ ഒരു കുട്ടിക്ക് പരിക്കുണ്ട്, കുറച്ച് പരിക്ക് കൂടുതലുണ്ട്. പക്ഷേ ഈ പറയുന്ന ഗുരുതരമായ പരിക്കൊന്നുമില്ല. ആ കുട്ടിയാണ് ഇപ്പോൾ പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലുള്ളത്. ബാക്കിയുള്ള കുട്ടികൾ തളിപ്പറമ്പ് സഹകരണ ആശുപത്രിയിലുമുണ്ട്. ഡ്രൈവറുമായും ചികിത്സയിലുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ പരിക്കേറ്റ കുട്ടികളുടെ അവസ്ഥ ഗുരുതരമല്ല എന്നതാണ് ഏറ്റവും ആശ്വാസകരമായ കാര്യം. അതേസമയം ഈ 5ാം ക്ലാസ്സുകാരിയുടെ വിയോഗം തീർച്ചയായിട്ടും വളരെയധികം സങ്കടപ്പെടുത്തുന്ന ഒന്ന് തന്നെയാണ്.